എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് 6ാം ക്ലാസ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. നിങ്ങളെല്ലാവരും പരീക്ഷയൊക്കെ ആവാറായതുകൊണ്ട് എല്ലാവരും ഹിന്ദിയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. എന്നാലും നമുക്ക് ഒന്ന് നോക്കാം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ഗതിവിധി നോക്കിയാലോ? നോക്കാം. സൂചന ഖണ്ഡ് പഠിക്കർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ആ പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. एक तालाब के किनारे एक पीपल का पेड़ था. उस पेड़ पर बहुत सारे बंदर थे. एक रात आसमान में चांद निकला हुआ था. उसकी छाया पानी में चमक रही थी. एक बंदर ने कहा, चांद पानी में गिर गया है. എന്താണ് പറയുന്നത് പാരഗ്രാഫിൽ? एक तालाब के किनारे, तालाब के किनारे എന്താണുള്ളത്? ഒരു പീപ്പൽ കാ പേട് അല്ലേ? उस पेड़ पर ആരാ ഉള്ളത്? ബന്ദറാണ് ഉള്ളത്. ബഹുത് സാരെ ബന്ദറാണ് ആ മരത്തിലുള്ളത്. ഒരു രാത്രി ആകാശത്ത് ചന്ദ്രൻ നിക്കലാ ഹുവാത്ത, ചാന്ദ് നിക്കലാ ഹുവാത്ത. ഉസ്കി ഛായ, അതിൻ്റെ നിഴല് എവിടെയാണ് കാണുന്നുണ്ടായിരുന്നത്? വെള്ളത്തിൽ അല്ലേ? താലാബ് കി പാനിമേ. ഇപ്പോൾ ഒരു ബന്ദർ എന്താണ് പറയുന്നത്? ചാന്ദ് പാനിമേ ഗിർ ഗയാ ഹൈ, ചന്ദ്രൻ വെള്ളത്തിൽ വീണു എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇനി ഈ പാരഗ്രാഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസ് നോക്കാം. താലാബ് കെ കിനാരെ കോൺസാ പേട് താ? താലാബ് കെ കിനാരെ ഏത് മരമാണ് ഉണ്ടായിരുന്നത്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആം കാ പേട്, പീപ്പൽ കാ പേട്, കട്ടഹൽ കാ പേട്, താട് കാ പേട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെൻറ്റൻസിൽ തന്നെ പറയുന്നുണ്ട് അല്ലേ, പീപ്പൽ കാ പേട്. അപ്പോൾ ഉത്തരം ഏതാ വരിക? പീപ്പൽ കാ പേട്. പേട് പർ കോൺ രഹത്താ താ? ആരാണ് മരത്തിൽ? പേട് പർ കോൺ രഹത്താ താ? ആരാണ് മരത്തിൽ താമസിച്ചിരുന്നത്? ബന്ദർ, ഷേർ, ഭാഗ്, ഖർഗോഷ്. ബന്ദർ ആണ് ശരിയായ ഉത്തരം അല്ലേ? ചാന്ദ് കഹാം നിക്കലാ ഹുവാ താ? ചാന്ദ് കഹാം നിക്കലാ ഹുവാ താ? ഓപ്ഷൻസ് ഉണ്ട്. താലാബ് കെ കിനാരെ, ആസ്മാൻ में, धरती पर, पीपल के पेड़ पर. അപ്പൊ നമുക്കതിൻ്റെ ഉത്തരം നമുക്ക് അറിയാം അല്ലേ? ആസ്മാൻ में എന്നാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബന്ദറിനെ ക്യാ കഹാ? ബന്ദർ എന്താണ് പറഞ്ഞത്? സൂരജ് പാനി में गिर गया है, बंदर पानी में गिर गया है, पीपल पानी में गिर गया है, चांद पानी में गिर गया है. നമ്മുടെ ആ പാരഗ്രാഫിൻ്റെ അവസാനം തന്നെ ഉണ്ട് ചാന്ദ് പാനി में गिर गया है. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റിയിൽ നീലി ചിടിയ കവിത കാ അംശ് പഠേ और नीचे दिए प्रश्नों के उत्तर लिखे എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? കവിതാംശം നോക്കിയാലോ? नीले आसमान से उतरी नीली एक निराली चिड़िया, गाती उड़ने वाली चिड़िया, उड़ती गाने वाली चिड़िया. ഇതിൽ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? ആസ്മാൻ സേ ആപ്നെ ക്യാ സംഝ? എന്താണ് വരിക? ആകാശ്, വർഷ, ബാദൽ, മേഘ്. ഇതൊന്നും വരാറില്ല. ആകാശാണ് ആസ്മാൻ എന്ന് പറഞ്ഞാൽ. ഇനി രണ്ടാമത്തേത് നീലി ചിടിയ കിസ്കി രചന ഹെ? നീലി ചിടിയ എന്ന് പറയുന്നത് ആരുടെ കവിതയാ? ഹരിവംശ് റായ് ബച്ചൻ, ശ്രീപ്രസാദ്, പാരോ ആനന്ദ്, പഞ്ച് മങ്കേഷ്കർ കി. ആരുടെ കവിതയാ? ഹരിവംശ് റായ് ബച്ചൻ്റെ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കവിതാംശ് കാ ആശയ ലിഖേ. അടുത്തത് കവിതയുടെ ആശയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കവിതാംശിൻ്റെ ആശയമാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അതിൽ ആ വരികൾ എഴുതിയാൽ മതി. നമുക്ക് എഴുതി തുടങ്ങാം. നീലി ചിടിയ ഹരിവംശ് റായ് ബച്ചൻ की कविता है. നീലി ചിടിയ ഹരിവംശ് റായ് ബച്ചൻ്റെ കവിതയാണ്. इसमें एक नीली चिड़िया के बारे में कहते हैं. ഇതിൽ ആരെ പറ്റിയാണ് പറയുന്നത്? നീലി ചിടിയെ പറ്റിയാണ് പറയുന്നത്. പിന്നീട് നീലി ചിടിയ എങ്ങനെയുള്ള പക്ഷിയാണ് നീലി ചിടിയ? അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. നീലെ ആസ്മാൻ സെ ഏക് നീലി ചിടിയ പേടോം പർ ആത്തി ഹെ. എവിടെ നിന്നാണ് മരത്തിൽ നമ്മളുടെ നീലി ചിടിയ വരുന്നത്? നീലെ ആസ്മാൻ സെ ആണ് അല്ലേ? അത് നമ്മളിവിടെ സെൻറ്റൻസ് ആക്കി എഴുതുന്നു. വഗാക്കർ ഉടുത്തി ഹെ. അത് മാത്രമല്ല അത് പാടി പറന്നു പോകുന്ന പക്ഷിയാണ് അല്ലേ?
और उड़कर गाती है. പറന്നു പോകുമ്പോഴും പാട്ട് പാടാറുണ്ട്. വഖർ ഹർ പേട് पर उड़कर जाती है. നമ്മുടെ നീലിച്ചിരിയ ഓരോ മരത്തിലും പറന്ന് പോവാറുണ്ട് അല്ലേ? അപ്പൊ അതൊക്കെയാണ് ഇതിൽ എഴുതേണ്ടത് കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. रूरू कहानी का अंश पढ़े और नीचे दिए प्रश्नों के उत्तर लिखे. रूरू കഹാനിയുടെ ചെറിയൊരു ഭാഗം തന്നിട്ടുണ്ട്, അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. बच्चे जमीन पर बेहाल पड़े हुए थे. चिड़िया जोर से रोई. എന്താണ് പറയുന്നത്? നമ്മുടെ ചിടിയുടെ കുട്ടികളെല്ലാം നിലത്ത് തളർന്ന് വീണ് കിടക്കുകയാണ്. പക്ഷിയാണെങ്കിലോ ഉച്ചത്തിൽ കരയാണ്. ഉസ്കി ആവാസ് സുൻ ഉസ്കാ സാത്തി ഉടുത്താ ഹുവാ ആയ. അപ്പോൾ ഇവരുടെ കരച്ചിൽ കേട്ടിട്ട് നമ്മുടെ ചിടിയുടെ സാത്തി പെട്ടെന്ന് തന്നെ വരികയാണ്. ഉൻ ദോനോം കോ ഉദാസ് ദേഖ് റൂരു കോ ഏക് ഖ്യാൽ ആയ. ഇപ്പൊ രണ്ടുപേരും വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ രൂരുവിന് മനസ്സിലൊരു ഐഡിയ തോന്നിയില്ല, ഒരു ഇവരെ രക്ഷിക്കാനുള്ള ഒരു ഭയം തോന്നുകയാണ്. മുझे एक जगह मालूम है. എനിക്കൊരു സ്ഥലം അറിയാം. जब तक बच्चे उड़ने लायक नहीं हो जाते वे आराम से वही रह सकते हैं. അപ്പൊ അവര് പറക്കാനാകുന്നത് വരെ അവിടെ സുഖമായി വിശ്രമിക്കാം, അല്ലെങ്കിൽ സമാധാനത്തോടു കൂടി അവർക്ക് താമസിക്കാൻ കഴിയും എന്നാണ് പറയുന്നത് അല്ലേ? നോക്കാം. മുझे एक जगह मालूम है ये किसने कहा. ഇതാരാണ് പറഞ്ഞത്? റൂരു കി ഇമാമിനെ, റൂരുവിനെ, ചിടിയാനെ, ഹാത്തിനെ. ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? ആരാണത് പറഞ്ഞത്? നമ്മളുടെ റൂരു ആണ് അല്ലേ? ഇനി രണ്ടാമത്തെ, റൂരു ഏക് ചിടിയ കോ ദേഖ്താ ഹെ. റൂരു ഓർ ചിടിയ കെ ബീച്ച് കാ വാർത്താലാപ് തയ്യാർ കരെ. അല്ലെങ്കിൽ റൂരു കഹാനി കി ഇൻ ഘടനാവോം കോ ക്രമ മേ ലിഖേ. അല്ലെങ്കിൽ രൂരു കഥയിൽ ഒരു കുറച്ച് ഇത് തന്നിട്ടുണ്ട്, സംഭവങ്ങൾ തന്നിട്ടുണ്ട്, അത് ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. റൂരു അമ്മി കി ജേബ് സേ സിർ നിക്കാല. റൂരു കാ കോയി ദോസ്ത് നഹീ താ. റൂരു ഏക് കങ്കാരു കാ ബച്ചാ താ. റൂരു ചിടിയ കി പീछे ചൽ പടാ. അപ്പൊ നമുക്ക് ആദ്യം റൂരു ഓർ ചിടിയ കെ ബീച്ച് കാ വാർത്താലാപ് നോക്കാം അല്ലേ? നോക്കൂ. റൂരു റുക്കോ, ചിടിയ अब समय नहीं भाई. റൂരു ക്യോ, ചിടിയ एक बुरी बात हुई. അപ്പൊ ആദ്യം എന്താ പറയുന്നത്? റൂരു പക്ഷിയോട് പറയാണ് അല്ലേ? നിക്ക് നിക്ക് പറയാണ് അല്ലേ? അപ്പൊ ചിടിയ എന്താ പറയാ? സമയ നഹി ഹെ. റൂരു ക്യോ, ചിടിയ एक बुरी बात हुई. റൂരു कौन सी बात. ചിടിയ രാത് കി തൂഫാൻ മേ മേരാ ഘോസ്ല ഗിര. അപ്പോൾ ചിടിയ പറയുന്നുണ്ട്, രാത്രിയിൽ ആ കൊടുങ്കാറ്റിൽ എൻ്റെ കൂടെല്ലാം തകർന്നു പോയില്ലേ റൂരു. ഫിർ ചിടിയ പതാ നഹി മേരെ ബച്ചോം കോ ക്യാ ഹുവാ. എനിക്കറിയില്ല എന്താണ് മേരെ ബച്ചോം കോ ക്യാ ഹുവാ. റൂരു ജൽദി ഉഡോ മേ ബി ആവോ. അപ്പോൾ നീ പെട്ടെന്ന് തന്നെ പൊക്കോളൂ, പറന്ന് പൊക്കോ, ഞാൻ വരാം എന്നാണ് പറയുന്നത് ചിടിയ. അടുത്തത് നമ്മുടെ കഹാനിയിലെ സംഭവങ്ങളെല്ലാം ക്രമത്തിലാക്കി എഴുതാനാണ് അല്ലേ പറഞ്ഞത്? അപ്പൊ അതൊന്ന് നോക്കിയാലോ. ആദ്യം എഴുതാ വരിക റൂരു ഏക് കങ്കാരു കാ ബച്ചാ താ. റൂരു കാ കോയി ദോസ്ത് നഹീ താ. അതാണ് രണ്ടാമത് വരുന്നത്. മൂന്നാമത്തേതോ റൂരു അമ്മി കി ജേബ് സേ സിർ നിക്കാല. നാലാമത്തേത് റൂരു ചിടിയ കെ പീछे ചൽ പടാ. നാലാമത്തെ ആക്ടിവിറ്റി നോക്കാം. ബാദൽ കവിത കാ അംശ് പഠേ और नीचे दिए प्रश्नों के उत्तर लिखे. ബാദൽ എന്നുള്ള കവിതയാണ് കേട്ടോ. അതിൽ ചെറിയൊരു ഭാഗം തന്നിട്ടുണ്ട്, അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. നന്നേ ചിൽഗൻ ഗയേ ബാപ് ഭൻ ഉസി ബാപ് ने डंडक पाई बादल बरसे. बरसा आई करते गड़गड़ आते बड़ बड़ बिजली बादल को चमकाए अंधियारे में राह दिखाए. നമുക്കറിയാലേ, നമ്മൾ ഈ വരികളൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ, പാഠഭാഗത്തുള്ളതാണല്ലോ. ഇനി അതിലെ ക്വസ്റ്റ്യൻസ് എന്താണ് നോക്കാം. സമാൻ ആശയ് വാലി പങ്ക്തിയാം ചുനെ.
नन्हे जल कणों से भाप बनती है, भाप से बादल बनते हैं. എന്താണ് ഈ ആശയം വരുന്ന വരികൾ കണ്ടെത്തി എഴുതണം. ഏതാണ് നോക്കൂ, ചെറിയ ചെറിയ ജലതുള്ളികളാ. അതിൽ നിന്ന് ഭാപ് ബൻതി ഹെ നീരാവിയായി മാറുന്നു. ഭാപ് സെ പിന്നീട് എന്താണായി മാറുന്നത്, ബാദലായി മാറുന്നു അല്ലെ. ഏതാണ് വരിക, നന്നെ ജലഗൺ ഗയേ ബാപ് ബൻ ഉസി ബാപ്പിനെ ഡണ്ടക് പായി ബാദൽ ബരസേ. ആ വരികളാണ് വരിക. ഇനി അടുത്തത് നോക്കാം, കവിത കാ ആശയ ലിഖേ. അടുത്തത് എന്താണ് പറഞ്ഞിട്ടുള്ളത്, കവിതയുടെ ആശയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് നോക്കാം. ബാദൽ നാമ കവിത ഡോക്ടർ ശ്രീ പ്രസാദ് ने लिखी है. ബാദൽ എന്നുള്ള കവിത ഡോക്ടർ ശ്രീ പ്രസാദ് ആണ് എഴുതിയിട്ടുള്ളത്. इसमें बादल बरसने पर जीवों की खुशी का वर्णन है. അപ്പൊ നമ്മളുടെ ബാദൽ ബരസ്നെ പർ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോഴുണ്ടാവുന്ന എല്ലാ ജീവജാലങ്ങളുടെയും സന്തോഷമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നന്നെ ജൽ ഗണോം സേ ഭാപ് ബൻതി ഹെ, ഭാപ് സേ ബാദൽ ബൻതാ ഹെ. ചെറിയ ചെറിയ ജലതുള്ളികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭാപ്പായി നീരാവിയായി മാറുന്നു, പിന്നീട് അത് മേഘമായി മാറുന്നു അല്ലെ. ठंडा होने पर बादल बरसता है, बिजली बादल को चमकाती है, अंधियारे में प्रकाश फैलाकर राह दिखाती है. സിമ്പിൾ സെന്റൻസിൽ ഇങ്ങനെ നമുക്ക് ആശയം എഴുതാം. ഇനി അടുത്തത് 5ാമത്തെ ആക്ടിവിറ്റി നോക്കാം. सीगड़ी मछली सूखी क्यों नहीं, लोक कथा का अंश पढ़े और नीचे दिए प्रश्नों के उत्तर लिखे. बूढ़ी अम्मा ने सोचा, शाम हुई, अब मैं सीगड़ी मछलियों को समेटकर अंदर ले आओ. उसने बरामदे में पड़ी मछलियों को छूकर देखा. मछलियां अभी सूखी नहीं थी. നമ്മൾ ഈ കഥ പഠിച്ചതാണ് അല്ലേ. അപ്പം അതിൽ ബൂഢി അമ്മ എന്താണ്, വൈകുന്നേരമായി, ഈ സീഗടി മച്ചിലിയൊക്കെ ഇനി ഉള്ളിൽ കൊണ്ട് എടുത്തു വെക്കാം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് അല്ലേ. പിന്നീട് അവിടെ കിടക്കുന്ന മച്ചിലികളെ തൊട്ട് നോക്കുമ്പോഴാണ് അറിയുന്നത് അതൊന്നും ഉണങ്ങിയിട്ടില്ല എന്ന് അല്ലേ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. മച്ചിലിയാം അബി സൂക്കി നഹി ക്യോ, എന്തുകൊണ്ടാണ് നമ്മുടെ മീനുകൾ ഇതുവരെ ഉണങ്ങാത്തത്, അതിൻ്റെ കാരണമാണ് എഴുതേണ്ടത്. എന്താണ്, മച്ചിലിയും കോ സുക്കാനെ കി ധൂപ് നഹി മിലി തി. എന്താണ് ആൻസർ വരിക, മച്ചിലിയും കോ സുക്കാനെ കി ധൂപ് നഹി മിലി തി. നമ്മളുടെ മീന് ഉണങ്ങാനുള്ള വെയില് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അല്ലെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. नीचे दिए वाक्यों को किसने कहा, मुझे चींटी ने काटा था तो मैं क्या करूं. എന്നെ ഉറുമ്പ് കടിച്ച ഞാൻ എന്താ ചെയ്യാ, ആരാ പറഞ്ഞത്, ബച്ച ആണ് അല്ലേ. അപ്പൊ ആൻസർ എന്താ വരിക, ബച്ച. ബച്ചടെ ने मुझे नहीं खाया तो मैं क्या करूं. ബച്ചട നമ്മുടെ പശുക്കുട്ടി അല്ലേ, പശുക്കുട്ടി വന്ന് എന്നെ കഴിച്ചില്ല, അതാരാ, ഞാൻ എന്ത് ചെയ്യാനാണ്. അതാരാ പറഞ്ഞത്, ഘാസ് ആണ് അല്ലേ. പുല്ലാണ് പറഞ്ഞത്. പുല്ലിനെ നമ്മൾ ഹിന്ദിയിൽ എന്താ പറയാ, ഘാസ്. ഇനി അടുത്തത് നോക്കാം. തും ചട്ടായി കോ ലപേറ്റ് ലോ ഓർ മുझे जाने दो. തും ചട്ടായി കോ ലപേറ്റ് ലോ, എന്നിട്ട് എന്നെ എൻ്റെ വഴിക്ക് പോവാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞത് ആരാ, ചീണ്ടിയാണ് അല്ലേ. ഘർ കി ഔരത് നെ മേരി രസി നഹി കോലി तो मैं क्या करूं. വീട്ടിലെ ഔരത്ത് എന്നെ അഴിച്ചു വിട്ടില്ല, ഞാൻ എന്താ ചെയ്യാ. ഇതാരാ പറഞ്ഞത്, നമ്മളുടെ ആരാ പറഞ്ഞത് പറയൂ, ബച്ചട ആണ് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. ഒന്നില്ലെങ്കിൽ ഇത് എഴുതാം, അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷൺ ബാരെ മേം एक പോസ്റ്റർ തയ്യാർ കരേ, അല്ലെങ്കിൽ നമുക്ക് ഏത് എഴുതാം, പരിസ്ഥിതി സംരക്ഷണത്തെ പറ്റിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാം അല്ലേ.
നമുക്കൊരു കാര്യം ചെയ്യാം, പോസ്റ്റർ നല്ല ആകർഷകമായൊരു ചിത്രമൊക്കെ വരച്ച് അതിന് കളറൊക്കെ കൊടുത്ത് നമുക്ക് ഒരു സന്ദേശവാക്യം കൂടി എഴുതാം അല്ലേ? എന്ത് കൊടുക്കാം? ഒന്നില്ലെങ്കിൽ പരിസ്ഥിതി ഹമാരി ജാൻ ഹേ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ പരിസ്ഥിതി കാ സംരക്ഷൺ ഹമാര കർത്തവ്യ ഹേ എന്നുള്ള സന്ദേശവാക്യം കൂടി എഴുതി നല്ലൊരു പോസ്റ്റർ നമുക്ക് തയ്യാറാക്കാം. ഗതിവിധി 6 സൂചന നീച്ചെ ദിയെ പ്രശ്നം കെ ഉത്തർ ലിഖെ. ഒരു 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? ചിത്ര ദേഖെ കവിത ലിഖെ. ചിത്രം നോക്കി കവിത എഴുതാനും ആണ് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തേതിൽ കവിതാക്കെ ലിയെ ഉചിത് ശീർഷക് ലിഖെ. കവിതയ്ക്ക് ഒരു ടൈറ്റിൽ കൊടുക്കണം. നമുക്കൊന്ന് നോക്കിയാലോ അതിന്റെ ആൻസർ. നമുക്ക് കവിത എഴുതാം അല്ലെ? पेड़ पर घोंसला बनाने वाली चिड़िया, नदी से पानी पीने वाली चिड़िया, बारिश में भीगने वाली चिड़िया, सबको प्यार करने वाली चिड़िया. ഓക്കെ, അടുത്തത് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? നമുക്ക് ആ ചിത്രം നോക്കി തന്നെ നമുക്ക് ആ കവിത ഉണ്ടാക്കാൻ പറ്റും അല്ലേ? കവിതാക്കെ ലിയെ ഉചിത് ശീർഷക് ലിഖെ. കവിതയ്ക്കൊരു ടൈറ്റിൽ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് പറ്റിയ ടൈറ്റിൽ ഏതാ? ചിടിയാന്ന് തന്നെ നമുക്ക് കൊടുക്കാം. അവരും നല്ലതുപോലെ പരീക്ഷയൊക്കെ എഴുതുക. ഓൾ ദ ബെസ്റ്റ്. പക്ഷെ ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല കേട്ടോ.